ആദിവാസി ഭൂസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പ്രവർത്തകർ സഹ ഉപവാസ സമരം ആരംഭിച്ചു. ആം ആദ്മി പാർട്ടി വളണ്ടിയർമാരായ ഉണ്ണികൃഷ്ണൻ, സവാദ് മമ്പാട് എന്നിവരാണ് നിലമ്പൂർ ITDP ഓഫീസിന് മുൻപിൽ ബിന്ദു വൈലാശ്ശേരിയുടെ കൂടി സമരമിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ദിലീപ് മൊടപ്പിലാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. 1975 തുടങ്ങിയിട്ടുള്ള ഒരു നിയമ പോരാട്ടമായും ഏകദേശം 50 വർഷത്തിൻ്റെ അടുത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2009 സുപ്രീം കോടതി വിധി ഇനിയും നടപ്പിലാക്കാൻ എന്തുകൊണ്ട് നമ്മുടെ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു ഘടകം തന്നെയാണ്. നമുക്കറിയാം, ഒരു ആധുനിക സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ് അധികൃതരായിട്ടുള്ള സമൂഹത്തിൽ നിരാലംബരായിട്ടുള്ള ജനവിഭാഗത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മുന്നോട്ട് പോകേണ്ട സമൂഹമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ആധുനിക ജനസമൂഹം. പക്ഷേ ഇതെല്ലാം പലപ്പോഴും പ്രസ്താവനകളിലും രാഷ്ട്രീയ പരാമർശങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. AAP മലപ്പുറം ജില്ലാ സെക്രട്ടറി ഷബീർ അലി മുല്ലവീട്ടിൽ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുധാ പിഷാരടി, KT മാനു, ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നാസർ, കുഞ്ഞിക്കോയ വാഴക്കാട്, AAP വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ നാസർ പുങ്ങോട്, ഹാരിസ് കുറ്റിപ്പുറം, അലി കല്ലിവളപ്പിൽ ഇവർ ആദിവാസി ഭൂസമരത്തിന് പിന്തുണ നൽകി സംസാരിച്ചു. ആം ആദ്മി പാർട്ടി സമരം വിജയിക്കും വരെ കൂടെ നിൽക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. സമരനായിക ബിന്ദു വൈലാശ്ശേരി അവരുടെ പ്രസംഗത്തിൽ ആദിവാസികൾക്ക് അർഹതയുള്ള ഭൂമി നേടിയിട്ടല്ലാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ചു. നിലമ്പൂർ MLA നിയമസഭയെ വരെ നുണ പറയുവാൻ ഉപയോഗിക്കുകയാണ്. അവകാശങ്ങൾക്ക് വേണ്ടി സ്വയം ഉണരുവാൻ ആദിവാസികൾക്ക് ബുദ്ധിയില്ല എന്നാണോ നിലമ്പൂർ MLA വിചാരിക്കുന്നത്? സമരത്തിന് ഏത് പാർട്ടി പിന്തുണ തന്നാലും ഞങ്ങൾ സ്വീകരിക്കും. ആരെയും പേടിച്ച് സമരത്തിൽ നിന്നും പിന്മാറുകയുമില്ല. 2009 സുപ്രീം കോടതി വിധി അനുസരിച്ച് ആദിവാസികൾക്ക് ഭൂമി നൽകുവാൻ സർക്കാരിന് ബാധ്യതയുണ്ടെന്നും അവർ ഓർമ്മിപ്പിച്ചു.